വെൽക്കം ടു ജാനകി വ്ലോഗ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാനും അമ്മയും കൂടെ രാവിലെ തന്നെ മൂവി കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പക്ഷേ ഈ വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസത്തിലേറെയായി. കളങ്കാവിൽ റിലീസ് ചെയ്ത അന്നാണ് ഞങ്ങൾ ഫസ്റ്റ് ഷോയ്ക്ക് ഞങ്ങൾ കയറിയായിരുന്നു. പക്ഷേ അന്നത്തെ ദിവസം എൻ്റെ മടി കാരണമൊന്നും ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തില്ല. അപ്പം ഞങ്ങൾ സിനിമയൊക്കെ കണ്ടിട്ട് ഇൻ്റർവെൽ ആയപ്പോഴത്തേക്കും ഞാനും അമ്മയും കൂടെ ഇറങ്ങി. ഒരു പ്രിങ്കിൾസും ഒരു ജ്യൂസും മാത്രമേ വാങ്ങിച്ചോളൂ, കാരണം അപ്പു ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ രണ്ടും അതിലൊതുക്കി. അല്ലെങ്കിൽ അവളുണ്ടായിരുന്നെങ്കിൽ അവൾ ഉറപ്പായിട്ടും പോപ്കോണും പപ്സും അതും ഇതൊക്കെ വാങ്ങിക്കാൻ നിന്നനായിരുന്നു. എന്നിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ ബബ്ബയുടെ ട്രെയിലർ കണ്ടായിരുന്നു. എൻ്റെ അമ്മോ, അപ്പോഴേ ഞാൻ മനസ്സിലെഴുതി തീരുമാനിച്ചതാണ് ബബ്ബ ഞാൻ എന്തായാലും ഫസ്റ്റ് ഷോ തന്നെ വന്ന് കാണുമെന്ന്. എന്നിട്ട് നേരെ കൊണ്ടുവന്ന് അമ്മ ഓഫീസിൽ ഇറക്കിയപ്പോഴത്തേക്കും അനിയത്തി സ്കൂള് കഴിഞ്ഞ് വന്നായിരുന്നു. അപ്പോൾ അവളെയും കൊണ്ട് ഞാനും അവളും കൂടെ ഇവിടുത്തെ ട്രിവാൻഡ്രത്തുള്ള മോൾ ഓഫ് ട്രാവൻകൂറിൽ പോയായിരുന്നു. അവിടെ നിന്ന് ചെന്നപ്പോഴത്തേക്കും നേരെ ഞങ്ങളുടെ സ്വന്തം സ്റ്റുഡിയോയിൽ തന്നെ ചെന്നിട്ട് 5-6 പെർഫ്യൂമുകൾ നോക്കി എടുത്തു. എന്നതിന് ശേഷം അവിടുത്തെ ഹൈപ്പർ മാർക്കറ്റിൽ വന്നു. നോക്കിയപ്പോഴത്തേക്കും അവിടെ കുറേ ക്രിസ്മസിനുള്ള ഡെക്കോർ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. വാങ്ങിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ബഡ്ജറ്റ് അതിന് അനുവദിക്കുന്നില്ലാത്തതുകൊണ്ട് ഒന്നും വാങ്ങിച്ചിട്ടില്ല. പിന്നെ നേരെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഞാൻ കോയമ്പത്തൂർ മോളിൽ വെച്ച് പോയിട്ടുള്ളൊരു ഷോപ്പ് കണ്ടായിരുന്നു, ഈസി ബൈ. അപ്പോൾ അവിടെ കയറി ഒരു ഡ്രസ്സൊക്കെ എടുത്തു. എന്നതിന് ശേഷം ഞങ്ങൾ നേരെ ഫുഡ് കോർട്ടിൽ വന്നു. വയറ് നമ്മുടെ രണ്ടുപേരെയും അച്ഛനെ അമ്മയൊക്കെ വിളിക്കാൻ തുടങ്ങിയതുകൊണ്ട് ഞങ്ങൾ നേരെ ഫുഡ് കോർട്ടിൽ വന്നിട്ട് ഫുഡ് കഴിക്കാൻ വന്നു. അപ്പോൾ ഫുഡ് കഴിക്കാൻ നോക്കിയപ്പോഴത്തേക്ക് ഇന്ന് ഇച്ചിരി ഹെവി ആയിട്ടുള്ള ഐറ്റമാണ് കഴിക്കുന്നത്. മന്തിയാണ് ഞങ്ങൾ രണ്ടുപേരും ഓർഡർ. മന്തിയല്ല, ബിരിയാണി, അൽഫാം ബിരിയാണിയാണ് ഞങ്ങൾ രണ്ടുപേരും ഓർഡർ ചെയ്തത്. അത്യാവശ്യം കുഴപ്പമില്ല എന്ന് മാത്രമേ ഉള്ളായിരുന്നു. അപ്പു ആണെങ്കിൽ വീഡിയോയ്ക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്, പോസ് കാണിക്കാൻ വേണ്ടിയിട്ട് കൊള്ളാം അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ കാര്യത്തിൽ കഴിച്ചു. പക്ഷേ ഞാൻ കഴിച്ചു നോക്കിയപ്പം ഒരു ഓക്കെ ഫീലിംഗ് ആണുള്ളത്. കാരണം എന്ന് വെച്ചാൽ അൽഫാം ചിക്കൻ വന്നിട്ട് നല്ല രീതിക്ക് കരിച്ചാണ് എടുത്തേക്കുന്നത്. റൈസ് ആണെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ ഉള്ളൂ. പിന്നെ ഞങ്ങൾ ഇതാണ്ട് ഈ ഒരു സംഭവം വാങ്ങിച്ചായിരുന്നു. അയ്യോ, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. എന്നിട്ടാണ് ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഈസി ബൈയിൽ കയറിയിട്ട് 2 പെർഫ്യൂമും എനിക്കൊരു നൈറ്റ് ഷോർട്ട് സെറ്റും വാങ്ങിച്ചിട്ട് ഇറങ്ങിയായിരുന്നു. അപ്പോഴത്തേക്ക് അനിയത്തിക്കും എനിക്കും അർജൻറ്റായിട്ട് വീട്ടിൽ പോകണമെന്നുള്ള വിളി നമ്മുടെ ഉൾമനസ്സിൽ നിന്ന് തന്നെ വന്നുകൊണ്ട് ഞങ്ങൾ നേരെ പിന്നെ അവിടെ ഒന്നും നിന്നില്ല. അപ്പോൾ തിരിച്ച് വരുന്ന വഴിക്ക് ഇതാണ്ട് ഈ പിള്ളേർ വരിവെച്ച് പോകുന്നതാണ്. അപ്പോഴത്തേക്ക് നല്ല രസം തോന്നി. പണ്ട് എൻ്റെ സ്കൂളിൽ നിന്നൊക്കെ ഇങ്ങനെ പോവായിരുന്നു, പക്ഷെ ഞാൻ പോയിട്ടില്ല. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്ക് എൻ്റെ കുട്ടിക്കാലം എനിക്ക് ഓർമ്മ വന്നു, എൻ്റെ ഡ്രീംസിലുള്ള എൻ്റെ കുട്ടിക്കാലം. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ നേരെ ലിഫ്റ്റിൽ കയറി താഴെ വന്നിറങ്ങിയിട്ട് നേരെ അവിടെ നിന്ന് നേരെ ഒരിടത്ത് നിൽക്കാൻ നോക്കിയില്ല. ഞങ്ങൾ നേരെ ഇനി വീട്ടിലോട്ട് തന്നെ എത്തി. അപ്പോൾ വരുന്ന വഴിക്ക് ഇലക്ഷൻ്റെ പ്രചരണവും കൊട്ടിക്കലാശമൊക്കെ ആയിട്ട് ഒരുപാട് തിരക്കും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളതൊന്നും മൈൻഡാക്കിയില്ല. പിന്നെ വന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു സ്പെക്റ്റും പിന്നെ ഒരു ചെറിയൊരു മൂക്കുത്തി വാങ്ങിക്കണമെന്ന് കരുതിയിട്ട് ഞങ്ങൾ രാമചന്ദ്രനിൽ കയറിയിട്ട് അതും കൂടെ വാങ്ങിച്ചിട്ടാണ് വീട്ടിൽ വന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ